ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു റെക്റ്റാങ്കിളും എലിപ്റ്റിക്കലും ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ഇമേജിനെ നമ്മളൊരു വർക്കിംഗ് പേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു A4 പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. A4 പേപ്പർ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു പേപ്പറിലേക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ സെലക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു ഷേപ്പിലേക്ക് എനിക്കൊരു പിക്ചർ, ഈ ഒരു പേജിലേക്ക് എനിക്കൊരു പിക്ചർ കൊണ്ടുവരണം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇമേജ് കൊണ്ടുവരാം. ഫോട്ടോഷോപ്പിലേക്ക് ഇമേജ് കൊണ്ടുവരാൻ നമുക്ക് 3 മെത്തേഡുകളുണ്ട്. അതിൽ ഫസ്റ്റത്തെ മെത്തേഡ് ഫയലിൽ ഓപ്പൺ കൊടുത്ത് കൊണ്ടുവരുന്നതാണ്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഫയലുകളും നമുക്ക് JPG ആയിട്ടും PNG ആയിട്ടും PDF ആയിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിൽ വെച്ചിട്ടുള്ള ഒരു JPG ഇമേജ് ഞാൻ ഇതിലേക്ക് ഓപ്പൺ കൊടുക്കുന്നു. അത് ഫസ്റ്റത്തെ മെത്തേഡായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ്സിലാണെങ്കിൽ ഡൗൺലോഡ്സ് നമ്മളെ മൈ കമ്പ്യൂട്ടറിലേക്ക് പോയി അവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മൈ കമ്പ്യൂട്ടറിലേക്ക് പോയി ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് PCയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടുന്ന് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോൾ അതേ ഫയൽ എന്താക്കുന്നു, ഇങ്ങോട്ടേക്ക് വലിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫയലാണ് വേണ്ടത് അവിടുന്ന് ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് കൊടുക്കാം. ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ അധികം ഉപയോഗിക്കുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യലാണ്. കുറച്ചും കൂടി എളുപ്പം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യലാണ്. ഓക്കെ, അപ്പം ഞാനത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ ഒരു ഇമേജിനെ നമുക്ക് നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റെക്റ്റാങ്കിളൊക്കെ കൊടുത്ത് ചെയ്ത് വെച്ചിട്ടുള്ള ആ വർക്കിലേക്ക് ഈ ഒരു ഇമേജിനെ കൊണ്ടുവരണം. വളരെ എളുപ്പമാണ്. ഞാൻ എന്താക്കുന്നു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. നമ്മളിപ്പോൾ പഠിച്ച 2 ടൂളേ ഉള്ളൂ, റെക്റ്റാങ്കിൾ ടൂളും എലിപ്റ്റിക്കലും. ഓക്കെ, അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. ഇവിടെ സെലക്ഷൻ എനിക്ക് വേണ്ട ഒരു രീതിയിൽ ഞാൻ സെലക്ഷൻ കൊടുത്തു. ദെൻ അതിനെ കോപ്പി ചെയ്യുക. ഏതൊരു സെലക്ഷനെയും നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എന്താക്കുന്നു, കോപ്പി കൊടുത്തു. ഇനി നമുക്ക് ബാക്കിലത്തെ പേജ് എടുക്കണം. ബാക്കിലെ പേജ് എടുക്കാൻ നമുക്ക് കൺട്രോളും ടാബും അടിക്കുക. കൺട്രോളും ടാബ് ബട്ടണും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലത്തെ പേജ്, ഇപ്പോൾ 100 പേജ് ഉണ്ടെങ്കിൽ കൺട്രോളും ടാബ് അടിക്കുമ്പോൾ അത് മാറി വരും. ഇപ്പോൾ എനിക്ക് വേണ്ട പേജ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വർക്കിംഗ് പേജ് അവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിനെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിനെ പേസ്റ്റ് ചെയ്തപ്പോൾ ആ A4നേക്കാൾ വലുപ്പത്തിലാണ് വന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ്സ് നിന്ന് ഓപ്പൺ ചെയ്ത ഇമേജിൻ്റെ പിക്സൽ A4നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് A4 പേപ്പറിൽ ഫിറ്റായി കിടക്കാതെ വലിയ രീതിയിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പിക്സൽസ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും A4ലേക്ക് വലിച്ചിടുമ്പോൾ അത് ചെറിയ സൈസിലായിരിക്കും വരിക. പിക്സൽസ് കൂടുന്നതിനനുസരിച്ച് വലിയ സൈസിലേക്കായിരിക്കും വരിക. ഇനി ഈ ഒരു ഇമേജിനെ എനിക്ക് കറക്റ്റ് ആൻഡ് പേപ്പറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കൺട്രോൾ T അല്ലെങ്കിൽ എഡിറ്റ് മെനുവിലുള്ള ഫ്രീ ട്രാൻസ്ഫോം ഓപ്ഷനോ നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞു ഞാനൊന്ന് കോർണറിൽ പിടിച്ച് ചെറുതാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും തന്നെ നമ്മൾ ഇങ്ങനെ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ചെറുതാക്കാൻ നിൽക്കരുത്. ഇതുപോലെ ഇമേജിനെ ചെറുതാക്കാനും വലുതാക്കാനും നമ്മൾ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ച് ഈക്വൽ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു കോർണറിന് ചെറുതാക്കാൻ. കണ്ട, അപ്പോൾ ചെറുതാവുമ്പോഴും വലുതാവുമ്പോഴും ഒരേപോലെയാണ് എന്താവുന്നത്, ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജിനെ നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ടൂളായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടൂളാണ് ലാസോ ടൂളും പൊളിഗണൽ ലാസോ ടൂളും മാഗ്നറ്റിക് ലാസോ ടൂളും. ഓക്കെ, അതിൽ ആദ്യത്തെ ടൂളായ ലാസോ ടൂൾ നമുക്ക് പഠിക്കാം. ലാസോ ടൂൾ എടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ റെക്റ്റാങ്കിളും എലിപ്റ്റിക്കലും ടൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിലും എലിപ്റ്റിക്കൽ ഷേപ്പിലും മാത്രമായിരുന്നു നമുക്ക് സെലക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ഷൻ വരച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന ലാസോ ടൂൾ. ഓക്കെ, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഒരു സെലക്ഷൻ വരച്ചെടുക്കാം. സെലക്ഷൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ്സിങ് വിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു സെലക്ഷനായി മാറും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം എനിക്കൊരു മാലയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെയൊക്കെ
വരച്ച് നമുക്കതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കളർ കൊടുക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഏതൊരു സെലക്ഷനും കളർ കൊടുക്കാൻ നമ്മൾ കൺട്രോൾ ബാക്ക് സ്പേസ് ബാക്ക്ഗ്രൗണ്ട് കളറിനും ഓൾട്ട് ബാക്ക് സ്പേസ് ഫോർഗ്രൗണ്ട് കളറിനുമാണ് നമ്മൾ കൊടുക്കാറ്. അത് ആ ഒരു മെത്തേഡിൽ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട കളർ എന്ത് ചെയ്യാം, അവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സെലക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ ലാസോ ടൂൾ എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് പൊളിഗണൽ ലാസോ ടൂളാണ്. അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പൊളിഗൺസ് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിക്കോ, ഞാനിങ്ങനെ ഒരു ക്ലിക്ക് ചെയ്ത് ഒരു വീടിൻ്റെ മേൽക്കൂര വരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതുപോലെയൊക്കെ സെലക്ഷൻ കൊടുത്ത് നമുക്കൊരു കളറൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാം, ചെറിയ തോതിലൊരു വീടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ അടുത്ത ടൂൾ റെക്റ്റാങ്കിൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ എടുത്തു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പുകളൊക്കെ നമുക്ക് പൊളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പൊളിഗൺ ലാസോ ടൂൾ എടുത്തു ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് കുറച്ചിങ്ങ് എത്തിയപ്പോൾ എനിക്ക് ഈ ഒരു സെലക്ഷൻ എത്ര വേണ്ട, എനിക്ക് ഇങ്ങനെയല്ല പോകേണ്ടത്, എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്കിത് കൺട്രോൾ സെഡ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകില്ല. കൺട്രോൾ ഓൾട്ട് സെഡ് അടിച്ചാലും ഒന്നും എന്താവില്ല, ബാക്കിലേക്ക് പോകില്ല. ഈ ഒരു പൊളിഗൺസിനെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ബാക്ക് സ്പേസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ പൊളിഗൺസിനെ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബാക്ക് സ്പേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടോ പൊളിഗൺസ് എന്താകുന്നുണ്ട്, ആ പോയിന്റിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പൊളിഗൺസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷേപ്പൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പൊളിഗൺ ലാസോ ടൂളും മാഗ്നറ്റിക് ലാസോ ടൂളും നമ്മളങ്ങനെ വർക്കിനൊന്നും ഉപയോഗിക്കാറില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, നമുക്ക് മൗസ് അനക്കുന്നതിനനുസരിച്ച് നമുക്കൊരു സെലക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ എന്ന് പറയുന്നത്. ഇതും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവന്നു. എങ്ങനെയാണ് ഇനി പൊളിഗൺ ലാസോ ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇമേജിനെ വരച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം ഞാനൊരു ചെറിയൊരു ഷേപ്പ് ഇമേജിനെ പൊളിഗൺസ് ഉപയോഗിച്ചു. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു ടൂളൊന്നല്ല ഉപയോഗിക്കുന്നത്, ജസ്റ്റ് നമ്മൾ ഓരോ ടൂൾ എടുക്കുമ്പോഴും അതിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷനുകൾ വരച്ചെടുത്ത്. ഞാൻ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വരച്ച് ഞാൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുപോയി എൻഡ് ചെയ്യിപ്പിക്കുക. ദെൻ അതിനെ കോപ്പി ചെയ്യുക, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക, കൺട്രോൾ ടാബ് അടിച്ച് നമ്മൾ വർക്കിലേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ചെറിയ തോതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമേജിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്നല്ല കട്ട് ചെയ്യുന്നത്, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ടൂള് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. ഓക്കെ.